ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ലൈഫ് സ്കിൽ പേപ്പറിലുള്ള യൂണിറ്റ് 3 പബ്ലിക് ഹെൽത്ത്. നമ്മുടെ ലൈഫ് സ്കില്ലിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പബ്ലിക് ആൻഡ് പേഴ്സണൽ ഹെൽത്ത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, മറ്റുള്ളവർക്കും നമുക്കും ഒരേ രീതിയിൽ ഉപകാരം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് പബ്ലിക് ഹെൽത്ത് എന്നുള്ളത്. ഈ പബ്ലിക് ഹെൽത്തിന്റെ കീഴിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക ഹൈജീന്റെ കീഴിൽ പേഴ്സണൽ ഹൈജീൻ അതുപോലെ തന്നെ പബ്ലിക് ഹൈജീൻ, ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏരിയയാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡിൽ തന്നെ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡും ഉണ്ട്, അതുപോലെ തന്നെ മെന്റൽ ഫസ്റ്റ് എയ്ഡും ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേറൊരു പാർട്ടാണ് CPR. നമുക്ക് എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ജീവൻ തന്നെ നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ടെക്നിക്കാണ് CPR. അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഫുൾ പേഴ്സന്റെ ഒരു ക്വാളിറ്റിയാണ്. നമുക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്തരം സ്കില്ല് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് കെയർ ഫോർ എൽഡേഴ്സ്. നമ്മുടെ വയോജനങ്ങളായിട്ടുള്ള, പ്രായമായിട്ടുള്ള അച്ഛൻ അമ്മമാർ പോലത്തെ വയസ്സായിട്ടുള്ള ആളുകൾക്ക് അവരെ എങ്ങനെ കെയർ ചെയ്യണം, അവർക്ക് അവരുടെ രോഗശൈലിയിൽ അവരെങ്ങനെ ശുശ്രൂഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്കൊരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രൈമറി കോണ്ടാക്ട് ആരായിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡറി ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം നമുക്ക് നൽകി തന്നിട്ടുള്ള നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നമുക്ക് ഒരുക്കിയിട്ടുള്ള ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഓർഗൻ ഡൊണേഷൻ, നമ്മുടെ അവയവദാനം. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമുക്ക് പകർച്ചയായി വരുന്ന അസുഖങ്ങളും പകർച്ചയായിട്ടല്ലാതെ മറ്റു രീതിയിൽ വരുന്ന അസുഖങ്ങളും എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്, അതിന്റെ പ്രിവെന്റീവ് മെത്തേഡൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളത്. ഇഗ്നോന്റെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എക്സാമിന് വരുന്ന സമയത്ത് വെരി വൈഡ് ആൻഡ് ബ്രോഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഹെൽത്ത് കെയർ സിസ്റ്റം എന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് ഹൈജീൻ, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഹെഡിങ്സുകളായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അതിന്റെ കീഴിൽ നമ്മൾ വെറും ഹെഡിങ് പഠിച്ചു വെച്ച് പോയിട്ട് അതിന്റെ ഓരോ ഹെഡിങ്ങിന്റെ താഴെയും നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2-3 ഇമ്പോർട്ടൻസ് നോട്ട്സ് ഓർ പോയിന്റ്സ് നമുക്ക് ജസ്റ്റ് ആ ഓരോ ഹെഡിങ്ങിന്റെ കീഴെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എക്സാം കവർ ചെയ്ത് പോവാം. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമാണ് ആൻസർ എന്ന് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കി വെക്കരുത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്ത് തന്നെ നമുക്ക് വെരി ഈസി ആയിട്ട് തന്നെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ എൽഡേഴ്സ് എന്ന് വരുന്ന പ്രായമായ ആളുകൾക്ക് വരുന്ന അസുഖങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരിധി വരെ കൊടുത്തിട്ടുണ്ടാവും. വിശാലമായിട്ട് തന്നെ പല ഏരിയകളും കവർ ചെയ്തിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആൻസറുകൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നോ നമുക്ക് മറ്റ് സോഴ്സുകളിൽ നിന്നോ ലഭിച്ചിട്ടുള്ള ആൻസറുകളും നമുക്ക് ഇഗ്നോന്റെ ആൻസർ ഷീറ്റിൽ എഴുതാവുന്നതാണ്. അതൊക്കെ ശരിയുത്തരമാണെങ്കിൽ അതിനൊക്കെ പ്രത്യേക ആഡ് ഓൺ മാർക്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ പഠനം നമ്മൾ ക്രമീകരിച്ച് വെക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂണിറ്റിലേക്ക് തിരിച്ചു വരാം. യൂണിറ്റ് നമ്പർ 3 ഈ ഒരു ടോട്ടൽ യൂണിറ്റ് നമുക്ക് പഠിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ടാവും. നമുക്ക് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഹൈജീൻ, വ്യക്തിപരമായിട്ടും മറ്റുള്ള സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട വൃത്തിയും ശുദ്ധിയും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെന്റൽ ഫസ്റ്റ് എയ്ഡ്,
ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ CPR നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ CPRന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വേർഷൻ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് മെന്റൽ ഹെൽത്തും നമ്മുടെ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, പ്രോഗ്രാംസ്, അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ പ്രായമായ ആളുകളുടെ എൽഡർലി കെയർ, അവരെ എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷിക്കേണ്ടത്, അതുപോലെ തന്നെ അവർക്ക് വരുന്ന രോഗങ്ങൾ, അതിന്റെ പ്രിവെന്റിംഗ് മെഷേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഔട്ട്ലൈൻ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ ഇന്ത്യയിലുള്ള ഇപ്പോൾ നിലവിലുള്ള ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഇത് കഴിയുന്നതോടുകൂടെ. അതുപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ, അവയവദാനം, ആർക്കൊക്കെ അവയവദാനം ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ്, അതിന്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്, ഇന്ത്യയിൽ മറ്റ് സപ്പോർട്ടിംഗ് ഏജൻസികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ പകരുന്നതെന്നും എങ്ങനെയൊക്കെയാണ് പുതുതായി അസുഖങ്ങൾ ഉണ്ടാവുന്നതെന്നും അതിനെ പ്രിവെന്റ് ചെയ്യേണ്ട രീതിയൊക്കെ എങ്ങനെയാണ് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് ഹെൽത്ത്. ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആരോഗ്യം, അത് അസുഖങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. പൊതുവെ നമ്മൾ പറയപ്പെടാറുണ്ട്, അദ്ദേഹം ആരോഗ്യവാനാണെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഫിസിക്കും കാണാന് കുറച്ചൊക്കെ ബോഡിയും അതുപോലെ തന്നെ ഷേപ്പൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആരോഗ്യവാനാണ് പറയാറുണ്ട്. അല്ലെങ്കിൽ വിറകൊക്കെ കൊത്താൻ വരുന്ന ആളുകൾ മണിക്കൂറുകളോളം വലിയ മഴയുമായിട്ട് ആയുധ പരിശീലനം നടത്തുന്ന സമയത്ത് അവരെ കുറിച്ച് നമ്മൾ പറയാറാവും, അദ്ദേഹത്തിന്റെ ആരോഗ്യം 2 മണിക്കൂർ നിന്ന് കൊത്തിയല്ലോ, അല്ലെങ്കിൽ വലിയ പ്ലേയേഴ്സിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല വെറും ഹെൽത്ത് എന്ന് പറയുന്നത്. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഫിസിക് പ്ലസ് മെന്റൽ പ്ലസ് സോഷ്യൽ വെൽബീയിങ്, അദ്ദേഹത്തിന്റെ സാമൂഹികപരമായിട്ടും അദ്ദേഹത്തിന്റെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അദ്ദേഹം ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതിരിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഹെൽത്ത് എന്നുള്ള പബ്ലിക് ഹെൽത്ത് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിന്റെ കീഴിൽ WHO പറയുന്ന ഒരു ഡെഫിനിഷൻ എന്താന്ന് വെച്ചാല്, പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാല് ഒരു അംബ്രല്ല ടേമാണ്. ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ലൈഫ്, ഈ 3 ഏരിയയും അത്യാവശ്യം വെൽ ഫർണിഷ്ഡും അതുപോലെ തന്നെ അതിലൊക്കെ ഒരു പുഷ്ടിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ഈ പബ്ലിക് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ അടുത്ത റീസെന്റ് നമുക്ക് വന്നൊരു വലിയൊരു പാൻഡമിക് ആണ് COVID-19. ആ സമയത്താണ് നമ്മൾ ഒന്നുകൂടെ ഈ പബ്ലിക് ഹെൽത്തിനെ കുറിച്ചും അതിന്റെ ഒരു ക്ലീൻലിനെസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അതിന്റെ ഒരു അവയർനെസ് ടോട്ടലി മൊത്തം പരക്കുകയും ആളുകളൊക്കെ അത് മാക്സിമം സൂക്ഷിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് ഈ ടോപ്പിക്കിന്റെ കീഴിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈജീൻ എന്ന് പറഞ്ഞാല് ക്ലീൻലിനെസ്. പൊതുവെ നമ്മൾ പറയാറുണ്ട് ക്ലീൻലിനെസ്, നമുക്ക് ക്ലീൻ ആയിരിക്കുക, വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 2 രീതിയിൽ, 2 ഏരിയയിൽ നമുക്ക് ക്ലീൻലിനെസ് വേണം, അല്ലെങ്കിൽ ഹൈജീനിക് ആയിരിക്കണം നമ്മൾ. ഒന്ന് പേഴ്സണൽ ഹൈജീൻ ആണ്, അതുപോലെ തന്നെ രണ്ടാമത്തതാണ് പബ്ലിക് ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ സന്തോഷം നൽകുന്ന, വൃത്തി നൽകുന്ന, സുഗന്ധം പരത്തുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക,
കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഈ പേഴ്സണൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പേഴ്സണൽ ഹൈജീനിന്റെ കീഴിൽ വരുന്നതാണ് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. കൃത്യമായിട്ട് നമ്മുടെ കൈകൾ കഴുകുക എന്നുള്ളതാണ്. സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നാണ് ഡോക്ടർമാരൊക്കെ പറയാറുള്ളത്. സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു ജീവി, ഒരു മനുഷ്യൻ എന്നുള്ള ജീവി, അദ്ദേഹം അല്ലെങ്കിൽ ആ ജീവി സഞ്ചരിക്കുന്ന വഴിയെ ഒരു രണ്ട് ചിറകുകളെ പോലെയാണ് അദ്ദേഹത്തിന്റെ കൈകൾ പ്രവർത്തിക്കുന്നത്. ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത്, കാർ റൈഡ് ചെയ്യുന്ന സമയത്ത്, പബ്ലിക്കിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കൈ പല സ്ഥലത്തേക്കും നീണ്ടുപോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത അണുക്കളെയും അതുപോലെ തന്നെ ജെംസിനെയൊക്കെ നമ്മൾ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് വന്ന് പറ്റിയിട്ടുള്ളത് നമുക്കൊരിക്കലും നമുക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ കൈയിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു അവയവം, അതിന്റെ ഒരു ഷൈപ്പും അതിന്റെ ഈ തൊലിക്കട്ടിയും ഒക്കെ ആ രീതിക്കാണ് അത് പഠിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കൈ മുഴുവൻ സമയത്തും കഴുകി, സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് ഒരു പേഴ്സണൽ ഹൈജീനിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ടാണ്. കൈ എന്നുള്ളത് നമ്മൾ പൊതുവെ ഫുഡ് കഴിക്കാനും മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലും മറ്റുള്ള ശരീരത്തിലും അപകടങ്ങൾ വരുത്തുന്നതിന് തടയാൻ ഈ പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് സഹായിക്കും. അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ, കൃത്യമായിട്ട് തന്നെ ബ്രഷ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തും 2 തവണ ഒരു ദിവസം ബ്രഷ് ചെയ്ത് ശീലിക്കലും നമുക്ക് അനിവാര്യമാണ്. അതുപോലെ തന്നെ ഡെയിലി കുളിക്കുക. പൊതുവെ പറയാറുണ്ട് ഡെയിലി കുളിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അത് സ്കിന്നിന് കേടാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാലും ഡെയിലി ബാത്തിങ് എന്നതിലൂടെ PPT വിസിബിൾ അല്ലേ? ഹലോ, PPT കാണുന്നില്ല എന്നാരോ കമന്റ് അടിച്ചു. ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന സ്ലൈഡാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ശരി. ഡെയിലി ബാത്തിങ് എന്ന് പറയുന്നതിനെ കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ജംസുകളൊക്കെ നീങ്ങി പോകുക എന്നുള്ളത് മാത്രമല്ല, ഡെയിലി കുളിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനും നമ്മുടെ ബ്രെയിനും ഒക്കെ ഒരു ഫ്രഷ്നെസ് വരാനുണ്ട്. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഡെയിലി കുളിക്കണമെന്ന് പൊതുവെ പറയാറുള്ളത്. അതുപോലെ തന്നെ മുടി നന്നായിട്ട് കെയർ ചെയ്യുക, ചീകി വെക്കുക, ഡിസോർഡർ ആയിട്ട് വെക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ താരൻ, പേന് പോലത്തെ മറ്റുള്ള ജംസുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് നമ്മുടെ ശരീരത്തിനും കാണുന്ന ആളുകൾക്കും അതൊരു അറപ്പുണ്ടാക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങൾ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് വെട്ടുക, പോളിഷ് ചെയ്യുക. അതുപോലെ തന്നെ മെൻസ്ട്രൽ ഹൈജീൻ, ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു പാർട്ടാണ് മെൻസ്ട്രൽ ഹൈജീൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കേസല്ല. എന്നാൽ അതിന്റെ എല്ലാ പാർട്സും അതിന്റെ എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കാൻ നമുക്ക് നേരില്ല. അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വേറെ യൂണിറ്റിൽ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വലിയൊരു അവയർനെസ് കിട്ടുകയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പാർട്ടാണ് മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ ധരിക്കുക, അയൺ ചെയ്യുക. അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല പേഴ്സണൽ ഹൈജീൻ ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള നല്ലൊരു വ്യക്തി എന്ന് മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് പേഴ്സണൽ ഹൈജീന്റെ കീഴിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഡെമോ ഉണ്ട്, ഹൗ ടു വാഷ് യുവർ ഹാൻഡ്സ്. നമ്മുടെ കൈകൾ എങ്ങനെ വൃത്തിയായി കഴുകണം എന്നുള്ളത്. പൊതുവെ പല സമയത്തും ചടങ്ങുകളായിട്ട് നമ്മൾ തീർക്കാറുണ്ട് കൈ കഴുകുക എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ കാരണം കൂടി അതാണ്. കൈ കഴുകുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. ആദ്യം നമ്മൾ ഇതിൽ ഫസ്റ്റ് ഭാഗത്ത് വരുന്നുണ്ട്, നമ്മുടെ കൈ ഒന്ന് നനക്കണം. ഫസ്റ്റ് കൈ നനക്കണം. ഡ്രൈ ഹാൻഡ്സിലേക്ക് നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്യാം. സോപ്പ് ഓർ ഹാൻഡ് വാഷ് നമ്മൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതിനുശേഷം ആ സോപ്പ് ഒന്ന് പതപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഉള്ളം കൈകൾ പരസ്പരം വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബാക്ക് ഹാൻഡ്സ്, ഒരു ഇടത്തെ കൈയുടെ മുകളിൽ വലത്തെ കൈ വെച്ചിട്ട് ആ വിരലുകളുടെ ഇടയിലുള്ള പാർട്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക, ഒരക്കുക. സോപ്പിന്റെ അവൈലബിലിറ്റി ശ്രദ്ധിക്കണം ആ സമയത്ത്. അതുപോലെ തന്നെ 2 കൈകളും ചുറ്റി പിടിച്ചുകൊണ്ട് മുകൾ ഭാഗം താഴ്ഭാഗം ഒക്കെ ഒന്ന്
വരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ തംസ്, നമ്മുടെ തള്ളവിരല് മറ്റ് കൈയിന്റെ പള്ള കൊണ്ട് പിടിച്ചിട്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും 2 തള്ളവിരലുകളും പ്രത്യേകം ക്ലീൻ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ക്ലീൻ വാട്ടർ വീണ്ടും ടാപ്പ് തിരിച്ചിട്ട് കഴുകുക. ഇതൊക്കെ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതാണ് വീണ്ടും ഈ ഒരു പാർട്ടി ഞാൻ ഒന്നുകൂടെ വെക്കാനുള്ള കാരണം. പിന്നെ അതിനുശേഷം കൈ തുടച്ച ശേഷം ഒന്ന് ഡ്രൈ ആക്കി വെക്കുക. അതാണ് കൈ കഴുകുന്നതിന്റെ യഥാർത്ഥ രൂപം. ഈ രീതിയിൽ തന്നെ കഴുകുന്ന സമയത്തൊക്കെ നമ്മൾ കൈ കഴുകാൻ ശ്രമിക്കുക. ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് വെറും കഴുകൽ മാത്രമാക്കരുത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു ഭാഗമാണ് പബ്ലിക് ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗമാണ് പബ്ലിക് ഹൈജീൻ. പബ്ലിക് ഹൈജീൻ എന്ന് പറയുന്നതിന് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഹാബിറ്റാണ്, അൺഹെൽത്തി ഹാബിറ്റാണ് പബ്ലിക് ഹൈജീൻ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് ഹൈജീന് നമ്മുടെ പേഴ്സണൽ ഹൈജീനെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ സമൂഹവും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ പബ്ലിക് ഹൈജീൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. നമുക്ക് കുടിക്കാനുള്ള വെള്ളം അത് പ്യുവർ വാട്ടർ ആയിരിക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പൊതുവെ റീസെന്റ് നമ്മൾ ന്യൂസിൽ കണ്ടു, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്ത് ചെയ്തു, അത് കെട്ടി നിൽക്കുന്ന മാലിന്യജലം അദ്ദേഹം തന്നെ വേസ്റ്റുകളൊക്കെ നീക്കിക്കൊണ്ട് അത് ഒഴുക്കി വിട്ടു. അത് ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ഈ ഡ്രെയിനേജ് വാട്ടർ നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ വാളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചിലപ്പം വറ്റിപ്പോകുമ്പോൾ അത് അത്രയും ചിലപ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള വാട്ടേഴ്സ് ഒക്കെയാണ് വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിണറിലേക്കോ നമ്മുടെ കുഴൽ കിണറിലേക്കോ വന്ന് വിടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയും സൂക്ഷ്മയും അതുപോലെ തന്നെ അഴുക്കുകളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അടുത്ത വേസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നത് പബ്ലിക് ഹൈജീന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ്, പബ്ലിക്കിൽ നമ്മൾ പോകുന്ന സമയത്തുള്ള വേസ്റ്റ്, നമ്മുടെ വേസ്റ്റുകൾ, മറ്റുള്ളവരുടെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് അതിന്റെ ഫിക്സ്ഡ് ഡിസ്പോസൽ അതിൽ കൊണ്ടിടുകയും ചെയ്യുക എന്നുള്ളത് പബ്ലിക് ഹൈജീന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയാക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും നമ്മളെ കൊണ്ട് മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളും നമ്മുടെ കാര്യം കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കൊതുകുകളെയും മറ്റു പ്രാണികളെയൊക്കെ ഒഴിവാക്കുന്ന പ്രവർത്തികൾ ചെയ്യുക. കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ, ചിരട്ട, അതുപോലെ തന്നെ ടയർ, അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വെള്ളം, മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ പോയിട്ട് അതിൽ ചിരട്ടകളൊക്കെ അമഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ജസ്റ്റ് പെട്രോൾ ഡീസൽ പോലത്തെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. അങ്ങനത്തെ രീതിയിലൊക്കെ ആ രീതിയിൽ നമ്മൾ പ്രിവെൻഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും അങ്ങാടിയുടെ വീടും ഷോപ്പുകളും കടകളുടെ സൈഡിലൊക്കെ ഒരുപാട് വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളൊക്കെ കാട് മൂടി കിടക്കുന്ന സിറ്റുവേഷനൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളത് പബ്ലിക് ഹൈജീന്റെ ഏറ്റവും വലിയ സംഭാവനകളാണ്. അതുപോലെ തന്നെ അത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോളറ, ടൈഫോയിഡ്, അതുപോലെ തന്നെ മലേറിയ പോലത്തെ ഹാർംഫുൾ ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്കും അതുപോലെ തന്നെ പബ്ലിക്കിനും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പേഴ്സണൽ ഹൈജീനിക്കിനേക്കാളും ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് പബ്ലിക് ഹൈജീൻ. കാരണം നമുക്ക് മാത്രമല്ല, നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ടാവും ഒരു പക്ഷേ നമ്മുടെ അയൽവാസിയോ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരാളോ പബ്ലിക് ഹൈജീൻ ഇല്ലാതെ അല്ലെങ്കിൽ പബ്ലിക് ഹൈജീന്റെ കുറവ് മൂലം നമുക്കും നമ്മളെത്ര നമ്മുടെ ഭാഗം കരുതിയാലും നമുക്കും കൂടെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഈ പബ്ലിക് ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു മൂവ് നമ്മൾ നടത്തുക എന്നുള്ളതാണ് ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഫസ്റ്റ് എയ്ഡിന് സഹായകമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സുകളൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അത് പെട്ടെന്ന് സ്പോർട്സ് നടക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ പബ്ലിക് സ്പേസുകളിൽ ഇപ്പം റീസെന്റ് കാണാൻ പറ്റി. ഏതൊരു ടൗണിൽ ഏകദേശം 10-20 ഫസ്റ്റ് എയ്ഡ് പോയിന്റുകൾ ഒരു നഗരസഭയാണെന്ന് തോന്നുന്നു, ഒരു പഞ്ചായത്താണെന്ന് എനിക്കറിയില്ല, അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു നല്ല ന്യൂസ് നമുക്ക് കേൾക്കാൻ പറ്റി. ഈ ഫസ്റ്റ് എയ്ഡ് മെഡിക്കൽ ബോക്സ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പബ്ലിക് സ്പേസുകള്, പാർക്കുകള്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഈ റൈഡേഴ്സിന്റെ കയ്യിലൊക്കെ ചെറിയ, അവർക്ക് ബൈക്കിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റിയ ചെറിയ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ നമ്മൾ കാണാറുണ്ട്, ട്രെയിനിൽ നമ്മൾ കാണാറുണ്ട്, ഫ്ലൈറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ പല പൊതുജനങ്ങൾ പോവുകയും വരികയും ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ, ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ നമ്മൾ കാണാറുണ്ട്. ഇത് 2 ഫസ്റ്റ് എയ്ഡുകളാണുള്ളത്. ഒന്ന് മെഡിക്കൽ ഫസ്റ്റ് എയ്ഡും ഉണ്ട്, 2 മെന്റൽ ഫസ്റ്റ് എയ്ഡും ഉണ്ട്. മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ പെട്ടെന്ന് എന്തെങ്കിലും വീഴ്ച വരിക, അല്ലെങ്കിൽ എല്ല് പൊട്ടുക, അല്ലെങ്കിൽ മുറി വരിക, അങ്ങനത്തെ സമയത്തൊക്കെ അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനാണ് മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. മെന്റൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തകരാറുകളോ വരുന്ന സമയത്ത് അതിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, എമർജൻസി ട്രീറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് ചെയ്യാം മെന്റൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തിക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തി, അദ്ദേഹം അത്യാവശ്യം ബി കാം ഇൻ എമർജൻസി സിറ്റുവേഷൻ. എത്ര വലിയ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും, പാനിക് ആവുന്ന സിറ്റുവേഷൻ ആണെങ്കിലും കാമാൻ ക്വൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അദ്ദേഹം തന്നെ ആകെ സിറ്റുവേഷൻ കണ്ട്, ബ്ലഡ് കണ്ട് ബേജാറായി തല ഇറങ്ങി വീഴുന്ന ആളുകളൊക്കെ ചില അങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡർ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര കാമായിരിക്കണം. അതുപോലെ തന്നെ ഒരിക്കലും നെർവസ് ആവാൻ പാടില്ല. ഭയങ്കര മസ്റ്റ് ഒബ്സർവ് എവറിത്തിങ് കെയർഫുള്ളി. അവിടെ നടന്നിട്ടുള്ള സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കെയർഫുള്ളി ശ്രദ്ധിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ മസ്റ്റ് ആക്ട് പ്രോംപ്റ്റ്ലി, യൂട്ടിലൈസ് ഗുഡ് ജഡ്ജ്മെന്റ്, ബി കൂൾ ആൻഡ് കോൺഫിഡന്റ്, കൺട്രോൾ ക്രൗഡ്. ക്രൗഡിനെ കൺട്രോൾ ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ അങ്ങാടിയിൽ പൊതുവേ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പൊതുവേ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ കൂടെ തടിച്ചു കൂടിയിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച ആളുകൾക്ക് അവരുടെ റോള് നിർവഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തടസ്സം ഉണ്ടാക്കുന്ന പൊതുജനങ്ങളുടെ വർത്തമാനവും ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് ഹെൽപ്പ് ചോദിക്കണം. ഒരു മസ്റ്റ് ഹാവ് പേഷ്യൻസ്, ഒരു ക്ഷമയുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ നല്ല നോളജും സ്കില്ലും ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിയുന്ന ആൾ കൂടി ആയിരിക്കണം ഈ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡർ എന്ന് പറയുന്ന ആള്, അതായത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള്. അതുപോലെ തന്നെ പർപ്പസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്തുകൊണ്ട് കൊടുക്കണം, എന്തിനാണ് ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ ഇഞ്ചറി വരുന്ന സമയത്തൊക്കെ സെവൻസിന്റെ ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്നതാണ്. ഓരോ മെഡിക്കൽ പ്രാക്ടീഷ്യന്മാരുടെ അവരുടെ നഴ്സോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ അവര് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന താൽക്കാലിക പ്രിവെൻഷൻ അല്ലെങ്കിൽ താൽക്കാലിക ചികിത്സ എന്നുള്ളതാണ് ഈ ഫസ്റ്റ് എയ്ഡിന്റെ പർപ്പസ് ആയിട്ടുള്ളത്. പ്രിവെന്റ് ഫർദർ ഇഞ്ചറി ഓർ ഡാമേജ്. നമുക്ക് പിന്നീട് ഒരു മുറിവ് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് ഓവർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് എയ്ഡ് വെച്ച് കെട്ടുകയും ആ ബ്ലീഡിങ്ങിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് ആ ചെറിയ ഒരു മുറിയാണെങ്കിലും വലിയ ആഘാതങ്ങളിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്.
അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പല രീതിയിലും പല ബോക്സുകളും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കോമൺ ആയിട്ട് ജനറലി നമ്മൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ചില എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് നമ്മൾ പല സ്ഥലത്തും പലതായിരിക്കും. ചെറിയ ബോക്സുകൾ ഉണ്ടാവും, ചില സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ എക്യുപ്ഡ് ആയിട്ടുള്ള കൂടുതൽ മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടിക്ക് തേക്കുന്ന ഓയിൽമെന്റ്, അതുപോലെ തന്നെ കോട്ടൺ, അതുപോലെ തന്നെ തെർമോമീറ്റർ, ഫ്രീസറൊക്കെ ഉള്ള ഫസ്റ്റ് എയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഐസ് പാക്ക് ഉണ്ടാവും. അത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫസ്റ്റ് എയ്ഡിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അത് എങ്ങനെയായാലും നമുക്ക് ഇതിൽ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുകൾക്ക് ആണ് ഇതിനെക്കുറിച്ച് ഇതിന്റെ യഥാർത്ഥ ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റുക. അപ്പൊ അതിന്റെ മുമ്പ് ഈ കാര്യങ്ങളാണ് ഈ മെന്റൽ ഫസ്റ്റ് എയ്ഡ് എന്നൊന്നും ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അൽഗി മെത്തേഡ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ അൽഗി മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ആക്ഷൻ പ്ലാൻ ആണ്. നമ്മളൊരു മെന്റൽ ഹെൽത്ത് ബാധിച്ചിട്ടുള്ള ഒരാളെ നമ്മുടെ മുന്നിൽ വരികയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നല്ല, ആ ഒരു ആക്ഷൻ പ്ലാൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യാറുള്ളത്. അതിനെ അൽഗി എന്ന് പറയാറുണ്ട്. ഉദ്ദേശിക്കുന്നത് അപ്രോച്ചസ്, ആ ഒരു മെന്റൽ ഹെൽത്ത് ബാധിച്ച വ്യക്തിയെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അത് വെരി പോസിറ്റീവ് ആയിട്ട് ആയിരിക്കണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ ലിസൺ, നോൺ ജഡ്ജ്മെന്റലി, അദ്ദേഹത്തെ ഒരു മെന്റൽ ഹെൽത്ത് ബാധിച്ച ഒരാളെ ഒരു പൊട്ടനോ ഭ്രാന്ത എന്നുള്ള നിലക്ക് കാണാൻ അദ്ദേഹത്തെ കേൾക്കാൻ നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഗീവ് സപ്പോർട്ട്, ആ മെന്റൽ ഹെൽത്ത് ബാധിച്ച വ്യക്തിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക, അദ്ദേഹത്തിന് ഇൻഫോർമേഷൻസ് നമ്മൾ കൈമാറുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ ഹെൽപ്സിന് അദ്ദേഹത്തെ കറേജ് ചെയ്യുക, സഹായിക്കുക. മൊത്തത്തിൽ ഒരു പൊതുവെ സോഷ്യൽ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ള ഈ ഒരു അൽഗി മെത്തേഡാണ് നമ്മൾ പൊതുവെ ഇതിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇത് മെന്റൽ ഫസ്റ്റ് എയ്ഡ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അടുത്ത കേട്ടിട്ടുണ്ടാവും മെന്റൽ ഹെൽത്ത് എന്നതിനെ കുറിച്ച്. നമുക്ക് ശാരീരിക രോഗങ്ങളെക്കാളും ആണ് ഈ നമുക്ക് അസുഖം, ഒരു തൊലിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ചികിത്സിച്ചാൽ ഒരുവിധം വരെ നമുക്ക് ഭേദമാക്കാൻ പറ്റും. പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ കാര്യം അങ്ങനെയല്ല. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കലി നമ്മുടെ ബ്രെയിനിൽ ഒരു ടൈം നമുക്ക് വേസ്റ്റ് ആവും. ഒരുപാട് റിലേഷൻഷിപ്പ്
വരാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദേഷ്യം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റുക, അതുപോലത്തെ അസുഖങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സിറ്റുവേഷൻ അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ് മെന്റൽ ഹെൽത്ത് ബാധിച്ച ഒരാളെന്ന് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ വേണ്ട സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കാനും അവർക്ക് അവരുടെ സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള ഈ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിൽ നിന്നും അവർക്ക് റിസോൾവ് ആയി അവർക്ക് മീൻസ് രക്ഷപ്പെട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാനുള്ള ഒരുപാട് സ്കീംസുകൾ, അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒരുക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, NMHP എന്ന് പറയുന്നത്. നാഷണൽ വൈഡ് ആണ്. ഒരുപാട് സ്കീമുകളും പ്രൊജക്ടുകളും ഈ പ്രോഗ്രാമിന്റെ കീഴിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം 1996 അതിന്റെ ലോഞ്ചിങ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ടെലെമനസ്. 24x7 എന്നുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 നമ്മുടെ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ആണത്. അതിന്റെ കീഴിൽ അവർക്ക് ഈ മെന്റൽ ഹെൽത്ത് ബാധിച്ച ആളുകൾക്ക് കിട്ടേണ്ട ഒരുപാട് സപ്പോർട്ട്സ്, അതുപോലെ തന്നെ റിസർവേഷൻ, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഈ ആക്ടിന്റെ കീഴിൽ നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് CPR. CPR എന്ന് പറഞ്ഞാല് നമ്മൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിലുള്ള നമ്മുടെ ഇടപെടലാണ് ഈ CPR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പൊതുവെ മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് തന്നെ മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടല്ല, ഈ CPR എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അബോധാവസ്ഥയിലേക്ക് നീങ്ങുക എന്നുള്ള സിറ്റുവേഷനൊക്കെ ഒരു വ്യക്തിക്ക് വരുന്ന സമയത്ത് പല രീതിയിലുണ്ടാവും. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും ഇല്ലാതെ ഉണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുക, അല്ലെങ്കിൽ വീഴുക, ഓവർ പ്രഷർ കയറുക, അതൊക്കെ ഇതിന് കാരണങ്ങളായിട്ട് പറയാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് CPR കൊടുക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ CPR എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ജന്മം കൊടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പൊതുവെ പറയപ്പെടാറുള്ളത്. കാരണം ഒരു അബോധാവസ്ഥയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മരണശൈലിയിൽ കിടക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിനുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ റീലിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിപ്പാർട്ട്മെന്റ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയ ഒരു ടീം, അവരുടെ ഡൽഹി യാത്രയിൽ അവർക്ക് ഏതൊരു ഡെസ്റ്റിനേഷനിൽ ഒരു കുഞ്ഞു കുരങ്ങൻ അത് താഴെ വീണ് ചത്ത പോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി വന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ ചെസ്റ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അതിന്റെ കണ്ണുകളൊക്കെ തുറന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ പ്രസ് ചെയ്ത് അതിനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജീവിക്ക് പുനർജന്മം നൽകുക എന്നുള്ള ഒരു അർത്ഥമാണ്, വലിയൊരു അർത്ഥമാണ് ഈ CPR എന്നുള്ള ഈ ഒരു ടെക്നിക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ CPR കൊടുക്കുന്നതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രീത്ത് സർക്കുലേഷൻ അല്ലെങ്കിൽ ഒരു എയർവേ
ബ്രീത്തിങ് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിന്റെ സ്റ്റെപ്സ് പ്രോസസ് ഒക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പ്രധാനമായും ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആവുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 911 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്, എമർജൻസി കോൺടാക്ട് നമ്പറിലേക്ക് നമ്മൾ ആദ്യം ഫോൺ വിളിക്കുകയാണ് വേണ്ടത്. ഇതിന്റെ ഒരു പ്രോസസ്സ് നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ. സ്റ്റെപ്സ് ഓഫ് CPR. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 911 ആദ്യം വിളിക്കുകയാണ് വേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ CPRന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അങ്ങനത്തെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ബ്രീത്തിങ് ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പരിസരത്ത് വിരൽ വെച്ച് നോക്കുക, വായി തുറന്നു നോക്കുക. ആ സമയത്ത് ബ്രീത്തിങ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, CPR സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അതായത് നല്ലൊരു സർഫേസിൽ ആ ഒരു രോഗിയെ കിടത്തുക, അല്ലെങ്കിൽ ആക്സിഡന്റ് ബാധിച്ച ആളെ കിടത്തുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെസ്റ്റിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു 30 തവണ ഒരു സെക്കൻഡ് റേഷ്യോയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരു 30 തവണ പ്രസ് ചെയ്യുക. മാക്സിമം പോയ ഒരു 30 തവണ പ്രസ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുക എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ബ്രീത്ത്, എയർ പാസേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മൂക്ക് അതുപോലെ തന്നെ വായൊക്കെ തുറന്നു നോക്കിയിട്ട് ബ്രീത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ ഒക്കെ ശ്വാസം അല്ലെങ്കിൽ ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് CPRന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവുക. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആംബുലൻസ് വരുന്നത് വരെയോ അല്ലെങ്കിൽ ആംബുലൻസിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെയും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഈ CPRന്റെ ഒരു പ്രോസസ്സ്. ഇതിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് കോൾ 911 911 വിളിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് വരാൻ വേണ്ടി ആവശ്യപ്പെടുക. രണ്ടാമത് ഒരു ഓപ്പൺ എയർ ഉള്ള സ്ഥലത്ത് ആ വ്യക്തിയെ കിടത്തുക. അതുപോലെ തന്നെ ബ്രീത്തിങ് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം 30 തവണ ചെസ്റ്റിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. 2 തവണ അദ്ദേഹത്തിന് ബ്രീത്ത് നമ്മൾ കൊടുക്കുക. നമ്മുടെ ബ്രീത്തിൽ നിന്നും അദ്ദേഹത്തിന് അങ്ങനെ വായിൽ വെച്ചിട്ട് അങ്ങനെ എയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇതാണ് CPRനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കെയർ ഫോർ എൽഡേഴ്സ്. നമ്മൾ വയോജനങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. പ്രായമായ ആളുകൾ, അവരെ കെയർ ചെയ്യുന്നതിന്റെ രീതിയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സ്കീമുകളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ഈ ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിയമപ്രകാരം അവർ പറയാറുള്ളത്, അവരെന്നെല്ലാം നമ്മൾ ഇന്ത്യൻ കൺട്രി, നമ്മുടെ രാജ്യമൊക്കെ അവരെ അംഗീകരിക്കുന്നത് ഈ രീതിയിലാണ്. അവർ പറയുന്ന 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് പൊതുവെ എൽഡേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിൾ എന്ന് പറയാറുള്ളത്. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ. ഈ ആളുകളെ ജെറിയാട്രിക് പോപ്പുലേഷൻ എന്നും അവരെ കുറിച്ച് പറയാറുണ്ട്. എൽഡർലി പീപ്പിൾ അല്ലെങ്കിൽ ജെറിയാട്രിക് പോപ്പുലേഷൻ അവരെ കുറിച്ച് പറയാറുണ്ട്. നമുക്കൊക്കെ പ്രായമാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാല്, പ്രായമാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നൊരു സമയമാണ്. നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷീണിച്ച് നമ്മുടെ ബോഡി പാർട്സുകൾ, അതുപോലെ തന്നെ ഫിസിക്, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ ജോയിന്റ്സ്, നമ്മുടെ മുടി, പല്ല്, കാഴ്ച പോലത്തൊക്കെ എല്ലാ അവയവങ്ങളും, എല്ലാ സ്കില്ലുകളും നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന യുവത്വ സമയത്ത് നമുക്ക് ചോദിച്ചു തന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രായമാവുന്നതോടുകൂടി നമുക്ക് പതിയെ സാവധാനം ഇല്ലാണ്ടായി പോകും. അതിൽപ്പെട്ട പ്രധാനമായിട്ട് നമുക്ക് ഈ ടോപ്പിക്കിന്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എൽഡർ പീപ്പിളിന് വരുന്ന കോമൺ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഇവിടെ ഇതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ലിമിറ്റഡ് പോയിന്റ്സ് ആണുള്ളത്. മൂത്ത പ്രായമായ ആളുകൾക്ക് എന്തൊക്കെയാണ് അസുഖങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടോ മറ്റുള്ള റിസോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ മാത്രം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ ആൻസറുകൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല, പ്രത്യേകിച്ച് ഇഗ്നോയിൽ. രണ്ട് രീതിയിലാണ് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അസുഖങ്ങൾ പൊതുവെ വരാറുള്ളതായിട്ട് നമുക്ക് കണക്കാക്കുന്നത്. ഒന്ന്, പ്രോബ്ലംസ് ഡ്യൂ ടു ഏജിങ് പ്രോസസ്. വയസ്സായ ആളുകൾ അവര് ഏജ് ആവുന്നതിനെ കൊണ്ട് വരുന്ന അസുഖങ്ങൾ, ഏജിങ് പ്രോസസ് പ്രായമാവുന്നത് കൊണ്ട് അവർക്ക് വരുന്ന അസുഖങ്ങൾ. രണ്ടാമത്തത്, പ്രോബ്ലം ഡ്യൂ ടു ലോങ് ടേം ഇൽനെസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പേ അവർക്കുള്ള ആ അസുഖങ്ങൾ ഇങ്ങനെ ഒരുപാട് സമയത്തേക്ക് തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അവർ വയസ്സാകുന്ന സമയത്ത് അവർക്ക് അതിന്റെ അങ്ങേയറ്റം എത്തുന്ന ഒരു അവസ്ഥ. അതായത് പ്രായമായത് കൊണ്ട് മാത്രമല്ല, മുമ്പേ ഉള്ള അസുഖങ്ങളും പ്രായമാവുന്ന സമയത്ത് അവർ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളാണ് രണ്ടാമത്തെ ഒരു പ്രോബ്ലം. ഇതില് അവര് ഏജ് ആവുന്നതുമായി ബന്ധപ്പെട്ട് ഏജ് ആവുന്നതോടുകൂടി അവർക്ക് വരുന്ന പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളാണ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒന്ന്, ഹെയർ ഗ്രേയിങ് ആൻഡ് ഹെയർ ഫാൾ. അവർക്ക് അവരുടെ മുടി, പൊതുവെ നമ്മൾ പ്രായമായ ആളെന്ന് ഒരാളെ പറ്റി മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ഒരു ഐഡന്റിഫിക്കേഷൻ പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ മുടി അല്ലെങ്കിൽ താടി രോമങ്ങളൊക്കെ ആ ഒരു കറുപ്പിൽ നിന്ന് നീങ്ങി മാഞ്ഞിട്ടുണ്ടാവും. ഒരു ചുവപ്പ് കളറോ അല്ലെങ്കിൽ വൈറ്റിലേക്ക് നീങ്ങുന്ന ഒരു മഞ്ഞ പ്ലസ് പോലത്തെ കളറുകളായിട്ടുണ്ടാവും. അതായത് ആ കറുപ്പ് നീങ്ങി പോയിട്ടുണ്ടാവും എന്നർത്ഥം. അത് ഒരു പ്രോബ്ലം ആയിട്ട്, ഏജിങ് പ്രോസസ്സിന്റെ പ്രോബ്ലം ആയിട്ട് നമ്മൾ എണ്ണാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ പല്ല് പൊതുവെ ഇത്രയും കാലം 60, 65, 70, 80 ഒക്കെ വയസ്സുകൾ ഉപയോഗിച്ച പല്ലുകൾ, അവർക്കൊക്കെ അവരുടെ 12-ാം വയസ്സിലോ 15-ാം വയസ്സിലോ വന്ന പല്ലുകളൊക്കെ ആയിരിക്കും. ഇത്രയും കാലം ഉപയോഗിക്കുന്നതിനെ കൊണ്ട് അവർക്ക് പല്ല് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അതിന് തേയ്മാനം വരിക, കേടുവരിക എന്നുള്ളതൊക്കെയാണ്. മറ്റൊന്നാണ് റിംഗ്ലിംഗ് ഓഫ് സ്കിൻ ലോസ് ഓഫ് സ്കിൻ ടോൺ. നമ്മുടെ മുമ്പ് ചെറുപ്പത്തിൽ യുവത്വത്തിൽ ഉണ്ടായിരുന്ന ആ സ്കിന്നിന്റെ ഗ്ലോ, അതുപോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്ത് ഒക്കെ ലോസ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിംഗ്ലിംഗ്, ചുരുണ്ട് കൂടിയ എന്നൊക്കെ പറയുമല്ലോ, ചൊലി. വയസ്സായ ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ മുഖത്തും കയ്യിലൊക്കെ ഉള്ള ആ ഒരു റിംഗ്ലിംഗ്, അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ മെമ്മറി ലോസ്, പ്രായമാവുന്നതിനെ കൊണ്ട് അവർക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലാതിരിക്കുക, അല്ലെങ്കിൽ മുമ്പ് നടന്ന സംഭവങ്ങൾ ഓർമ്മയില്ലാതിരിക്കുക പോലത്തെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം ആണ് അവരുടെ ഒരുപാട് സിസ്റ്റങ്ങൾ, അവരുടെ ഒരുപാട് ബോഡി ഇന്റേണൽ എക്സ്റ്റേണൽ പാർട്സ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, കൈകൾ ശരിക്കും പൊന്തിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പുറം വേദന, കാൽവേദന, ജോയിന്റ് പെയിൻസ്, ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഡീആക്ടിവേറ്റ് ആയിട്ടിരിക്കുക. അതായത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ അവരുടെ ഏജിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്, അസുഖങ്ങൾ, അതിലൂടെ വരുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഇന്ത്യയുടെ
അതുപോലെ തന്നെ സ്കിന്നുമായി ബന്ധപ്പെട്ട അലർജികളും പ്രശ്നങ്ങളൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. അത് അവരുടെ ലോങ് സ്റ്റാൻഡിങ് ഇൽനെസിന്റെ പ്രോബ്ലത്തിലുള്ളതാണ്. ചെറിയ വീവാണ് അവരുടെ യൂറിൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ സെക്ഷൽ ഡിസോർഡേഴ്സ്, അവർക്ക് വരുന്ന വികാരങ്ങൾ, അവരുടെ സെക്ഷൽ ഡിസൈറുകളിലൊക്കെ കുറഞ്ഞു വരിക എന്നുള്ളതൊക്കെ അവരുടെ ലോങ് സ്റ്റാൻഡിങ് ഇൽനെസ്സിൽ പെട്ടതാണ്, പ്രോബ്ലത്തിൽ പെട്ടതാണ്. അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിവെൻഷൻ മെത്തേഡ് കൂടിയുണ്ട്. അത് പൊതുവെ നമ്മൾ പറയുന്ന പോലെ തന്നെ പെട്ടെന്നൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള. സോ പ്രൈമറി ലെവൽ, അതുപോലെ തന്നെ സെക്കൻഡറി ലെവൽ, ടെർട്ടിയറി ലെവൽ, ഈ 3 നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ എൽഡേഴ്സ് പ്രായമാവുന്ന സമയത്ത് നമുക്ക്, അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, കാൽസ്യം അടങ്ങിയിട്ടുള്ള മീനുകളെ പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എക്സസൈസിനെയും മറ്റു കാർഡിയാട്രിക് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ആക്റ്റീവ് ആക്കിയിട്ട് വെക്കുക. പോലത്തെ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അങ്ങനത്തെ പല രീതിയിലൂടെയും നമുക്ക് അവയർനെസ് കൊടുത്തിട്ടും അവരെ കൊണ്ട് നിർബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രൈമറി ലെവൽ നമുക്ക് കടന്നു പോകും. അതുപോലെ തന്നെ സെക്കൻഡറി ലെവലിൽ വരുന്നത്, എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ള ഡയഗ്നോസിസ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. ഡയബറ്റിസ്, അതുപോലത്തെ മെഡിക്കൽ സപ്പോർട്ട്സ് ഒക്കെ നമുക്ക് അർജന്റ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് സെക്കൻഡറി ലെവലിൽ നമുക്ക് അതിന്റെ പ്രിവെന്റിങ് മെഷേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെർട്ടിയറി ലെവലിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ റീഹാബിലിറ്റീവ് സർവീസസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ 3ാമത്തെ ഘട്ടം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെൻഷൻ മെത്തേഡ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. 3 ലെവലിലാണ് നമുക്ക് ഇന്ത്യയിലുള്ള ഹെൽത്ത് കെയർ ഡെലിവറി വളരെ സിസ്റ്റമാണ്. വില്ലേജ് ലെവൽ, അതുപോലെ തന്നെ സെക്കൻഡറി ലെവൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി അവര് പല ഏരിയകളിലൊക്കെ നടന്നിട്ട് എന്തെങ്കിലും ആരോഗ്യത്തിനെതിരാവുന്ന, ഹെൽത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ
അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, ഹെൽത്ത് സെന്റർ